ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന എന്താണ്? ഒരു ചിത്രം, ഒരു ഹെവി ആയിട്ടുള്ള അതുപോലെ LCD ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഒരു ലാപ്ടോപ്പാണ് അല്ലേ? അതായത് സാധാരണഗതിയിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഹെവി ആയിരിക്കും. മാത്രമല്ല ഇപ്പോൾ വരുന്ന മിക്ക ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേ എന്തായിരിക്കും? LCD ടൈപ്പ് ആയിരിക്കും. നമ്മൾ പല ലാപ്ടോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഗെയിമിംഗ് ലാപ്ടോപ്പ് എപ്പോഴും ഹയർ റിഫ്രഷ് റേറ്റ് കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ LCD ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ തിൻ ആയിട്ടുള്ള അതുപോലെ OLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത്. Acer പുറത്തിറക്കിയിരിക്കുന്ന Acer Predator Helios Neo 16A എന്ന് പറയുന്ന ലാപ്ടോപ്പാണിത്. അപ്പോൾ ഈ ഒരു പേര് കുറച്ച് ലെങ്തിയാണ് അല്ലേ? ഇനി മുതൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ Acer Predator എന്ന് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ വിളിക്കാം. നോക്കിയേ, ഈ ഒരു ലാപ്ടോപ്പിന്റെ തിക്നെസ് നോക്കിയേ, വളരെ തിന്നാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 18.9 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ തിക്നെസ്. അതുപോലെ ഈ ഒരു ലാപ്ടോപ്പിന് OLED ഡിസ്പ്ലേ, അതിമനോഹരമായിട്ടുള്ള ഒരു OLED ഡിസ്പ്ലേയുമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ഈ ഒരു ലാപ്ടോപ്പ് വരുന്നത്. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്, കൂടാതെ ഇതിന്റെ പേപ്പർ വർക്ക്, മാസീവ് ആയിട്ടുള്ള ഒരു 230 വാട്ടിന്റെ ചാർജറാണ് ഈ ഒരു ലാപ്ടോപ്പിനോടൊപ്പം വരുന്നത്. അപ്പോൾ ഇത്രയും തിന്നായിട്ടുള്ള ഈ ഒരു ബോഡിക്കകത്ത് ഈ ഒരു ഇത്രയും പെർഫോമൻസ് വരുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വരുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമോ എന്നൊരു സംശയം നിങ്ങൾക്ക് വരില്ലേ? അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാം. നമ്മൾ ഈ ലാപ്ടോപ്പിന്റെ ഈ ഒരു ബാക്ക് ലിഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്രെഡേറ്ററിന്റെ ലോഗോ കാണാം, RGB ലോഗോ. അതും കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള നിറം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നൽകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു RGB ലോഗോയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ലാപ്ടോപ്പിന് ഒരു കിഡിലൻ ഗെയിമിംഗ് ലാപ്ടോപ്പിന്റെ ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ലിഡ് എന്ന് പറയുന്നത് വളരെ സ്റ്റേഡിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിന്റെ ഹിഞ്ചസ് ഒക്കെ വളരെ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആണെന്ന് പറയേണ്ടി വരും. മാത്രമല്ല നമുക്ക് ഒരൊറ്റ വിരൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലിഡ് ഇതുപോലെ ഓപ്പൺ ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ അത്രയും ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണെന്ന് പറയേണ്ടി വരും. ഇനി ഈ ഒരു ലാപ്ടോപ്പിന്റെ പോർട്ടുകളെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോർട്ടുകളും ഉണ്ട്. നോക്കിയേ, ഈ ലാപ്ടോപ്പിന്റെ ഇടത് സൈഡിൽ പോർട്ടുകളുണ്ട്, അതുപോലെ ബാക്ക് സൈഡിൽ പോർട്ടുകളുണ്ട്. സാധാരണ എല്ലാ ലാപ്ടോപ്പുകളിലും കാണുന്നതല്ല അത്തരത്തിൽ ബാക്കിൽ. അതുപോലെ വലത് സൈഡിലും പോർട്ടുകളുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ മെയിൻ പവർ കണക്ട് ചെയ്യുന്ന പോർട്ട് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HDMI 2.1 പോർട്ട് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ഫംഗ്ഷൻ USB Type-C പോർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഒരു Thunderbolt 4 പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് USB Gen 3.2 പോർട്ടുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു പോർട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട്, നമുക്ക് ഓഫ്ലൈൻ ചാർജിങ് സാധ്യമാണ്. അതായത് ഇതിലെ ഒരു പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ലാപ്ടോപ്പ് ഓൺ ആയിരിക്കണമെന്നില്ല, ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ചിരുന്നാലും ഇതൊരു പവർ ബാങ്ക് പോലെ, ഒരു മാസീവ് പവർ ബാങ്ക് പോലെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ ഇതിനകത്ത് ഒരു പോർട്ട് സാധ്യമാണ്. ഇനി ഇടത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈതർനെറ്റ് പോർട്ട് കാണാം, അതുപോലെ ഓഡിയോ ജാക്ക് കാണാം, ഒരു മൈക്രോ SD പോർട്ട് നമുക്ക് കാണാം. വീണ്ടും ഒരു USB പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് വെന്റിലേഷന് വേണ്ടുന്ന വെന്റുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ബാക്കിലൊക്കെ ധാരാളം വെന്റുകൾ അതുപോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെയും ഈ ഒരു ഹീറ്റ് വെന്റിലേഷനുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് എല്ലാ സൈഡുകളിലും ഇതുപോലെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നമുക്ക് ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇത് ഈ പറഞ്ഞ പോലെ 2.3 കിലോഗ്രാം വെയിറ്റ് മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എങ്ങനെ പോലും 2.5 കിലോ ഒക്കെ ഭാരമുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ നമുക്ക് ഒട്ടും പോർട്ടബിൾ അല്ല. സാധാരണഗതിയിൽ നമുക്കൊന്ന് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ ഒരു Acer Predator എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വെയിറ്റ് ഈ പറയുന്ന 2.3 കിലോഗ്രാം മാത്രമുള്ളത് കൊണ്ടും വളരെ തിന്നായതുകൊണ്ടും ഇതിന്റെ ഒരു പോർട്ടബിലിറ്റി എന്ന് പറയുന്നത് അടിപൊളിയാണ്. നമുക്ക് ഓൺ ദ ഗോയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. OLED ഡിസ്പ്ലേ, അതും 16 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 16:10 റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു റെസൊല്യൂഷൻ പറഞ്ഞാൽ WQXGA 2560x1600 ഹയർ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ലാപ്ടോപ്പിന് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 100% DCI-P3 കളർ ഗാമറ്റും നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് കളർ ആക്യുറസി പെർഫെക്റ്റ് ആണ്. നമുക്കിതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ പോലും നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റിങ്ങിനോ ഒക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാമെന്ന് ചുരുക്കം. അപ്പോൾ കളർ ഗാമറ്റ് ഈ പറഞ്ഞ 100% DCI-P3 ഉള്ളത് കൊണ്ട് തന്നെയും കളർ ആക്യുറസി പക്ക ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഫോട്ടോഷോപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഫോട്ടോ എഡിറ്റിംഗ് ഒക്കെ നമ്മളതിൽ ഈ ഡിസ്പ്ലേയിലൂടെ കാണുന്ന കളർ ആക്യുറേറ്റ് കളറാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീഡിയോ എഡിറ്റിനും ഫോട്ടോ എഡിറ്റിനും ഒക്കെ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞത്. മാത്രമല്ല പെർഫോമൻസ് വൈസിലും നമുക്കിത് ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെയും ഇത്തരത്തിൽ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള വർക്കുകളൊക്കെ, ഹെവി ടാസ്കുകളൊക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ചെയ്യാൻ സാധിക്കും. 240 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ LCD ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ട് ഹയർ റിഫ്രഷ് റേറ്റ് ആണ് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ OLED ഡിസ്പ്ലേയുമായിട്ട് വന്നിട്ട് 240 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് എന്ന ഹയർ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും വലിയൊരു റിഫ്രഷ് റേറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും ഈ ഒരു ലാപ്ടോപ്പിന്റെ ഡിസ്പ്ലേയിൽ എന്ന് പറയേണ്ടി വരും. ഒരു ബട്ടറി സ്മൂത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗെയിമിങ്ങിനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. മാത്രമല്ല ഈ ഒരു ഡിസ്പ്ലേയിൽ കൂടെ കാണുന്ന ഏതൊരു കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട്, സ്ക്രോളിംഗ് ആയാലും ഇതിനകത്തുള്ള മറ്റു കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിട്ട്, അതുകൊണ്ട് തന്നെയും ഇത്രയും ഹൈ റിഫ്രഷ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെയും സാധ്യമാണ്. അടുത്തതായിട്ട് ഏവരും അറിയാൻ കാത്തിരിക്കുന്നതിന്റെ ഒരു പെർഫോമൻസ് ആയിരിക്കും. കാരണം ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണല്ലോ, അപ്പോൾ ഹയർ പെർഫോമൻസ് തന്നെ വേണ്ടി വരും. ഇതിനകത്ത് ഈ ഒരു Acer Predatorന്റെ ഈ ഒരു സീരീസിൽ നമുക്ക് മാക്സിമം ഇന്റൽ കോർ അൾട്ര 9 പ്രോസസർ ആണ് വരുന്നത്. അതും 275HX പ്രോസസർ ആണ് നമുക്ക് മാക്സിമം ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഈ ഒരു മോഡലിൽ ഇന്റൽ കോർ അൾട്ര 7 പ്രോസസർ ആണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു മോഡൽ തന്നെ 16GB DDR5 റാം ആണ് നൽകിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 64GB വരെ റാം നമുക്ക് ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാനുള്ള എക്സ്പാൻഡബിൾ സ്ലോട്ടുകൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ മോഡലിൽ 1TB Gen 4 SSD ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ലാപ്ടോപ്പിനകത്ത് NVIDIA GeForce RTX 5070 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു RTX 50 സീരീസ് ഗ്രാഫിക്സ് കാർഡ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെയും ഈ ഒരു ഗ്രാഫിക്സ് കാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂ ബ്ലാക്ക്വെൽ ആർക്കിടെക്ചറിന്റെ സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ NVIDIA DLSS4 മൾട്ടി ഫ്രെയിം ജനറേഷന്റെയും സപ്പോർട്ട് ഉണ്ട്. എന്താണെന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഈ ഒരു മൾട്ടി ഫ്രെയിം ജനറേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി ഫ്രെയിംസ് കൂടുതലായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയും അത് ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് FPS കൂടുതലായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗെയിം പ്ലേയിൽ കൂടുതൽ FPS നമുക്ക് ഫീൽ ചെയ്യിക്കും. ഇനിയും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഗെയിം പ്ലേ കൂടുതൽ ഈസി ആയിട്ട് ഈ ഒരു ലാപ്ടോപ്പിൽ സാധ്യമാകുമെന്ന് ചുരുക്കം. റേ ട്രേസിംഗ് ഒക്കെ അൾട്രയിൽ സെറ്റ് ചെയ്തുകൊണ്ട് സൈബർ പങ്ക് പോലുള്ള കിടിലൻ ഗെയിമുകളൊക്കെ നമുക്ക് OLED സ്ക്രീനിലൂടെ ആസ്വദിക്കാം എന്നുള്ളതും ഈ ഒരു ലാപ്ടോപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തായിട്ട് ഇതിന്റെ ഒരു കൂളിംഗ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും സ്ലിം ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആകുമ്പോൾ ഇതിന്റെ കൂളിംഗ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു സംശയം പലർക്കും വരാനുള്ള സാധ്യതയുണ്ട്. 5th ജനറേഷൻ എയറോബ്ലേഡ് 3D ഫാൻ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു കൂളിംഗ് എഫക്ട് ഈ ഒരു ലാപ്ടോപ്പിന് ലഭിക്കും. മാത്രമല്ല ലിക്വിഡ് മെറ്റൽ തെർമൽ ഗ്രീസും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പ് ഹെവി ഗെയിമുകളൊക്കെ കളിച്ചാൽ പോലും ഓവറായി ഹീറ്റ് ആവില്ല എന്ന് ചുരുക്കം. നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിരവധി ഗെയിമുകളൊക്കെ കളിച്ചു നോക്കി. കൂടുതൽ സമയം ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചാൽ പോലും അങ്ങനെ ഓവറായിട്ട് ഹീറ്റ് ഒന്നും ആവുന്നില്ല. ടെമ്പറേച്ചർ വളരെ നോർമൽ ആയിട്ട് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളിലും അതുപോലെ ലാപ്ടോപ്പുകളിലും AI ഫീച്ചറുകൾ ഇല്ലാതെ വരുന്നില്ല അല്ലെ. AI ഫീച്ചറുകളുടെ ഒരു ധാരാളിത്തമുണ്ട്. ഈ ഒരു ലാപ്ടോപ്പിനകത്തും നിരവധി AI ഫീച്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു Predator Sense എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ഒരു ആപ്പിനകത്ത് എക്സ്പീരിയൻസ് സോൺ 2ൽ നിരവധി AI ഫീച്ചറുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇതിന്റെ ഒരു വെബ് ക്യാമിനെ പറ്റി പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു ഫുൾ HD അതായത് 1080p വെബ് ക്യാം കൊടുത്തിരിക്കുന്നത്. ഇതിന് പ്യൂരിഫൈഡ് വ്യൂ വെർഷൻ 2 എന്ന ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാപ്ടോപ്പിന്റെ ഈ ഒരു വെബ് ക്യാം ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഫ്രെയിമിംഗ് സാധ്യമാണ്. അതായത് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു അല്പം മാറിയൊക്കെ ഇരുന്നാലും നമ്മളെ കൃത്യമായി ഫ്രെയിം ചെയ്ത് നമ്മളെ കൃത്യമായി സെന്ററിൽ നിർത്തുന്ന ആ ഒരു ഫീച്ചർ. അതുപോലെ തന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്പം ബ്ലെയർ എഫക്ട് കൊടുത്ത് ബോക്കെ നൽകി ഒരു കുറച്ചുകൂടെ ക്യാമറ ക്വാളിറ്റി ബെറ്റർ ആക്കി തരും. അതുപോലെ തന്നെ പോർട്രേറ്റ് റിഫൈൻമെന്റ് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കറക്റ്റ് ആയിട്ട് എഡ്ജ് ഒക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മികച്ചൊരു പോർട്രേറ്റ് ഫീൽ നമുക്ക് നൽകും. നമ്മൾ ഇപ്പോൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിന്റെ കൃഷ്ണമണി വേറെ വല്ലയിടത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ പോലും ഐ ഓട്ടോ കറക്റ്റ് ചെയ്ത് ഐ കോണ്ടാക്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു ക്യാമറയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു പ്യൂരിഫൈഡ് വ്യൂ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വഴി ഇതിന്റെ വെബ് ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. അതുപോലുള്ള മറ്റൊരു ഫീച്ചറാണ് പ്യൂരിഫൈഡ് വോയിസ് 2. അതായത് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് 3 അറേ മൈക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. 3 വ്യത്യസ്ത മൈക്കുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ സൗണ്ട് കൃത്യമായിട്ട് പിടിച്ചെടുക്കുകയും അതുപോലെ മറ്റ് നോയ്സുകളെ കട്ട് ചെയ്തുകൊണ്ട് അങ്ങേ തലയ്ക്കൽ ഇരിക്കുന്നവർക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ സൗണ്ടിനെ നൽകുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് റൂമിൽ ഫാനൊക്കെ ഇട്ടിരുന്നാൽ പോലും ഫാനിന്റെ സൗണ്ട് ഒന്നും പിടിക്കാതെ നമ്മുടെ സൗണ്ട് മാത്രം കൃത്യമായിട്ട് AI ഉപയോഗിച്ചുകൊണ്ട് പിടിച്ച് വളരെ ക്വാളിറ്റിയിൽ നമ്മുടെ സൗണ്ട് ഡെലിവർ ചെയ്യാനൊക്കെ ഇതിനകത്ത് പ്യൂരിഫൈഡ് വോയിസ് എന്ന് പറയുന്ന ഫീച്ചർ സഹായിക്കും. അടുത്തായിട്ട് ഇതിന്റെ ഒരു കീബോർഡിനെ പറ്റിയും മൗസ് പാഡിനെ പറ്റിയും പറഞ്ഞാൽ ഒരു 4 സോൺ RGB ബാക്ക് ലിറ്റ് നൽകിയിരിക്കുന്ന കീബോർഡ് ആണ് നൽകിയിരിക്കുന്നത്. 4 സോണിൽ നമുക്ക് ഇത്തരത്തിൽ ഇതിനകത്ത് RGB ബാക്ക് ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു ഫുൾ സൈസ്ഡ് കീബോർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ന്യൂമറി പാഡും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കീബോർഡ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഇത് ഡെഡിക്കേറ്റഡ് കോപൈലറ്റ് കീ കൊടുത്തിട്ടുണ്ട്. അതായത് വിൻഡോസിന്റെ AI ഫീച്ചർ ആണ് ഈ കോപൈലറ്റ്. ആ ഒരു AI ഫീച്ചർ ഒരു ഒറ്റ പ്രസിൽ ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോപൈലറ്റ് കീ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ മികച്ചതാണ്. ഇതിന്റെ കീ ട്രാവൽ ഡിസ്റ്റൻസ് ഒക്കെ വളരെ ഡീസന്റ് ആണെന്ന് പറയേണ്ടി വരും. ഇതിന്റെ ഒരു ട്രാക്ക് പാഡും ഈ പറഞ്ഞ പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. അതുപോലെ മൾട്ടി ജസ്റ്റർ കൺട്രോൾ ഒക്കെ സപ്പോർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്ന തരത്തിലുള്ള ആ ജസ്റ്ററുകളെല്ലാം ഇതിന്റെ ട്രാക്ക് പാഡിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്.
അടുത്തായിട്ട് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ മികച്ച ഒരു സൗണ്ട് ഔട്ട്പുട്ട് തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നത്. DTS X Ultra ഫീച്ചർ നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പ് ഡെലിവർ ചെയ്യുന്നത്. അടുത്തായിട്ട് ഇതിന്റെ ഒരു ബാറ്ററി പെർഫോമൻസിനെ പറ്റിയിട്ടാണ്. 76 വാട്ട് അവറിന്റെ ബാറ്ററിയാണ് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് കൊടുത്തിരിക്കുന്നത്. മികച്ച ഒരു ബാറ്ററി ലൈഫ് തന്നെ ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. നമുക്കറിയാം ഹെവി ഗെയിമുകൾ കളിക്കുമ്പോൾ എങ്ങനെയായാലും ബാറ്ററി അല്ലേ നമുക്ക് പെട്ടെന്ന് കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 230 വാട്ടിന്റെ ചാർജറാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരു ഹെവി ബ്രിക്കാണ് ഇതിന്റെ ഈ ഒരു ചാർജർ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാർജർ ഉപയോഗിച്ചുകൊണ്ട് വളരെ വേഗതയിൽ ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഹൈ പവർ വേണ്ടുന്ന ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ ഏതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് പോലെ ഇതും ഇതിനകത്ത് ചാർജർ കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഗെയിം കളിക്കാൻ. എങ്കിൽ ഒരു മാക്സിമം പവർ ഡെലിവർ ചെയ്യൂ ആ സമയത്ത് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. പിന്നീട് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് ഇത് PD ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ തിന്നും ലൈറ്റ് വെയിറ്റും ആണ്. അതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ക്യാരി ചെയ്ത് ട്രാവലിലൊക്കെ കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു ചാർജർ 230 വാട്ടിന്റെ ഈ ഒരു ചാർജർ നല്ല ഒരു സൈസ് ഉള്ള ഒരു ചാർജറൊക്കെയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് ഓൺ ദ ഗോയിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിൽ മൊബൈൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന ചാർജർ PD ചാർജിങ് സപ്പോർട്ടുള്ള ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് ചാർജ് ചെയ്യാം എന്നുള്ളതും പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ റൂമിൽ ഇരിക്കുമ്പോൾ ഇതിന്റെ മെയിൻ ചാർജർ തന്നെ യൂസ് ചെയ്യാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജർ വേണമെങ്കിൽ ഇതിനോടൊപ്പം ഉപയോഗിക്കാം. അടുത്തായിട്ട് Acer Predator Helios Neo 16SA എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രൈസിംഗ് ആണ്. 1,79,999 രൂപയ്ക്കാണ് ഈ ഒരു ലാപ്ടോപ്പിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത്രയും പ്രൈസോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം ഓർക്ക് ആ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ നോക്കണം. ഹൈ പെർഫോമൻസ് അത് ഈ ഒരു ലാപ്ടോപ്പ് ഡെലിവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച OLED ഡിസ്പ്ലേ ഈ ഒരു ലാപ്ടോപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ തിന്നായിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നത്. നിരവധി AI ഫീച്ചറുകൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് കളിക്കാൻ സാധിക്കും. മാത്രമല്ല ഹെവി ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ് പോലുള്ള ഹെവി ടാസ്കുകളെല്ലാം ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനകത്ത് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മളൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് വരും. ഒന്നെന്ന് പറയുന്ന പെർഫോമൻസിൽ തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. രണ്ടാമത് അതിന്റെ ഹീറ്റ് മാനേജ്മെന്റ് നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടും ഈ പറയുന്ന വളരെ തിന്നായിട്ട് പോലും ഹീറ്റ് മാനേജ്മെന്റ് വളരെ പക്കയാണ്. പെർഫോമൻസ് അതിഗംഭീരമാണ്. ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ OLED ഡിസ്പ്ലേ ആണ്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ലാപ്ടോപ്പ് നിങ്ങൾ നോക്കുന്നെങ്കിൽ 1,79,999 എന്ന ഈ ഒരു ലാപ്ടോപ്പിന് വേണ്ടി മുടക്കേണ്ട ആ ഒരു പ്രൈസ് ഒരു വർത്ത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനായാലും മികച്ച പെർഫോമൻസ് ഡെലിവർ ചെയ്യുന്ന, മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റിയുള്ള, മികച്ച തെർമൽ മാനേജ്മെന്റ് നൽകുന്ന ഒരു കിടിലൻ ലാപ്ടോപ്പ് തന്നെയാണ് Acer പുറത്തിറക്കിയിരിക്കുന്ന Acer Predator. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നതിനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയ വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാം. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.